രാഷ്ട്രീയ ജീർണതയുടെ ആൾരൂപമായ അനിൽകുമാർ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കിടയിൽ നിശബ്ദമാക്കപ്പെട്ടത് എങ്ങനെയാണെന്നൊന്ന് കേട്ടുനോക്കാം. അനിൽകുമാർ ഹരിഹരന്റെ വീടിന് നേർക്ക് ബോംബേർ ഉണ്ടായിരിക്കുന്നു, അതിന് പിന്നിൽ CPM എന്ന് അദ്ദേഹം സംശയിക്കുന്നു. ഇന്ന് പി മോഹന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാചകങ്ങൾ അതൊരു ഭീഷണിയായിട്ട് അദ്ദേഹം കണക്കാക്കുകയും ചെയ്യുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? ഞാൻ ഈ ചർച്ച പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിലെ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത അധമ വർത്തമാനം ഇന്നലെ പറഞ്ഞ ഏറ്റവും വൃത്തികെട്ടൊരു മനുഷ്യന്റെ ശബ്ദം എൻ്റെ ചെവി കേൾപ്പിച്ചതിന് ഞാൻ ആദ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അത്തരമൊരാൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ കേട്ടിരിക്കാൻ ഒരു ബാധ്യത എനിക്കില്ല. ആ മനുഷ്യൻ പറഞ്ഞ ഒരു സിനിമാ നടിയുടെ പേരുണ്ടല്ലോ, ആ പേരിന്റെ സ്ഥാനത്ത് മറ്റേത് വനിതയെ ആലോചിക്കാമല്ലോ. അങ്ങനൊരു മാധ്യമ പ്രവർത്തകയാണല്ലോ സ്മൃതി പരുത്തിക്കാടും. അത്ര നീചമായ മനസ്സുള്ള ഒരു മനുഷ്യനോട് നിങ്ങൾ എത്ര സൗഹാർദ്ദപാത്രമായിട്ടാണ് സംസാരിക്കുന്നത്? അയാളെ ഈ ചർച്ചയ്ക്ക് പങ്കെടുപ്പിച്ചിട്ട് നിങ്ങൾ കേൾപ്പിക്കുന്നത്? അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യം എന്താണ്? ആ കാര്യങ്ങൾ കേട്ടിട്ട് പൊട്ടിച്ചിരിച്ച ആളുകൾ ഇപ്പൊ ചർച്ചയെ വന്നിട്ട് പറയുകയാണ് ഭീഷണി. ഇതിൻ്റെ അകത്ത് മഞ്ജുവാരുടെ പേരിന് പകരം നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ആരുടെ പേരും ആകാം. ശ്രീകുമാർ, ഞാൻ ചോദിച്ചത് ബോംബേറിനെ കുറിച്ചാണ്. ആ പ്രസംഗത്തോടൊന്നും നമ്മൾ ആരും യോജിച്ചിട്ടില്ല. ബോംബേറിനെ കുറിച്ചാണ് ചോദ്യം. നിങ്ങൾ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ചോദിച്ചില്ല അയാളോട്, നിങ്ങളത് ചോദിച്ചില്ല അയാളോട്. ഞങ്ങൾ അത് ചോദിക്കുകയും അതിൽ പ്രതികരണവും കഴിഞ്ഞ ബുള്ളറ്റിൻ അയാളോട് ചോദിച്ചോ? നിങ്ങൾ എന്നെ ചോദിച്ചു. ആ പ്രതികരണം നിങ്ങൾ പിടിച്ചോ? RMBയിലെ പഴയ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയണോ? ഇത്തരം നാടകങ്ങൾ ഇഷ്ടംപോലെ നാടിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിനകത്ത് എന്തോ ഒരു കാര്യം ഉണ്ടായെന്ന് കേട്ട ഉടനെ ക്ഷോഭജനകമായി ഒരു അന്തസ്സുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ അതിഥികളെ വിളിച്ചിരുത്തിയിട്ട് അവർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ്, ഞങ്ങളെ ഒന്നും മാനിക്കാതെ നിങ്ങൾക്ക് തോന്നിവാസം പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ഈ ചർച്ച നിർത്തായിരുന്നല്ലോ, ഇതേ ചർച്ച ഇവിടെ അവസാനിപ്പിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ പണിക്ക് പോകല്ലോ. ഞാനിരിക്കുന്ന ഒരു ചർച്ചയിൽ ഒരാളെ കൊണ്ടുവരിക. താങ്കൾ വാർത്തയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ക്ലാസ് എടുക്കേണ്ടതില്ല. ഇക്കാര്യത്തിൽ CPMന്റെ പ്രതികരണമാണ് ശ്രീ അനിൽകുമാറിന്റെ പ്രതികരണമെങ്കിൽ ഞാൻ അത് അങ്ങനെ കണക്കാക്കാം. CPMന്റെ പ്രതികരണമാണ്. ഇവിടെ വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കാം, പറയേണ്ട കാര്യങ്ങൾ പറയാം. ശ്രീ അനിൽകുമാറിന് എതിർ പാർട്ടിയിലെ ഒരു നേതാവിന്റെ വീടിന് നേർക്ക് ബോംബേർ ഉണ്ടാകുമ്പോൾ അതിൽ CPMനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനുള്ള മറുപടി താങ്കൾക്ക് മറുപടി നൽകാമെന്നേ. മറുപടി നൽകുന്നില്ലെങ്കിൽ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ വിഷയം ഇപ്പോൾ എടുക്കേണ്ട എന്ന് താങ്കൾക്ക് പറയാൻ സ്മൃതി പരുത്തിക്കാടനോട് എന്റെ ചോദ്യം പി മോഹനൻ മാസ്റ്റർ RMB ആയിട്ട് എന്താ തർക്കം? നിങ്ങളുടെ ലീഡിംഗ് ക്വസ്റ്റ്യൻ ആണല്ലോ. സ്മൃതി ആരുടെ ദാസ്യവേലയാണ് ചെയ്യുന്നത്? അല്പം നാണം വേണ്ട കേട്ടോ. CH കണാരനെ നിങ്ങൾ പരിചയപ്പെടുത്തി എങ്ങനെയാ? നിങ്ങൾക്കൊരു നാണം വേണ്ടേ? നിങ്ങൾ നാണമുള്ളൊരു സ്ത്രീയാണോ നിങ്ങൾ? നല്ല പ്രയോഗം. താങ്കൾ സംസാരിക്കൂ. KS ഹരിഹരനെ വിമർശിച്ചുകൊണ്ട് താങ്കൾ എന്നെ പറയുന്നത് താങ്കൾ വിശദീകരിക്കും. KS ഹരിഹരൻ അവിടെ നിൽക്ക്. നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ആ സ്ത്രീ ലംബടനായ മനുഷ്യനോട് നിങ്ങൾ ചോദിച്ച ചോദ്യം. ഒരു മിനിറ്റ്. ഈ രൂപത്തിലുള്ള ചർച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് ഈ ചർച്ചയിൽ ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് നേരിട്ട് പറയാം. ഈ ചർച്ചയിൽ ഈ അസത്യവാചകം പ്രയോഗിക്കാൻ പറ്റില്ല. ഇല്ല. അതൊക്കെ താങ്കൾ എവിടെയെങ്കിലും തെളിയിച്ചോളൂ. ഇവിടെ പറയാൻ പറ്റില്ല. ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല. താങ്കളുടെ നിലപാട് താങ്കളുടെ പാർട്ടിയുടെ നിലപാടാണെങ്കിൽ അങ്ങനെ വിശദീകരിക്കും. പി മോഹന്റെ പേര് എന്തിനാ പറഞ്ഞത്? പി മോഹൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ് ചോദിച്ചത്. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം നിങ്ങളോടുള്ള ചോദ്യമാണ്. ബഹുമാനപ്പെട്ട സ്മൃതിയോട് പി മോഹൻ എന്തിനാണ് ജയിലിൽ കിടന്നത്? ഞാൻ പങ്കെടുക്കുന്ന ചർച്ചയിൽ പി മോഹൻ എന്തിനാണ് ജയിലിൽ കിടന്നത്? ജയിലിൽ കിടക്കുന്നതിന് എന്തിനായിരുന്നു നിങ്ങളുടെ സൗജന്യത്തിൽ എന്തിനായിരുന്നു ജയിലിൽ കിടന്നത്? താങ്കൾ പറയൂ. സ്മൃതിയുടെ പാട്ടപ്പറമ്പിലാണ് പി മോഹൻ കിടക്കുന്നത്. കോടതി വെറുതെ വിട്ടു. അന്തസ്സായ കോടതി വെറുതെ വിട്ടു. CPMന്റെ സെക്രട്ടറിയാ. നിങ്ങളുടെ സൗജന്യം ഒന്നും വേണ്ട. അതുകൊണ്ട് പി മോഹനും RMB ആയിട്ട് തർക്കമുണ്ടോ? 2 ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചത് സ്മൃതി പരുത്തിക്കാട്. 2 ലീഡിംഗ് സാധനം വേണം. കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട കേരളത്തിൽ കണ്ട അതാണ് പറഞ്ഞത്. കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീലംബടനായ ഒരു മനുഷ്യനോട് ബാക്കിയുള്ളവരെ പറ്റി അധിക്ഷേപം പറയാനുള്ള ചർച്ചയില്ല. ഇത് മ്യൂട്ട് ചെയ്തേക്കാം. ശ്രീ അനിൽകുമാർ, ഇത്തരം വാചകങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല.
ഇനി അനിൽകുമാറിനോടൊരു വാക്ക്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന തന്റെ കൂട്ടത്തിലുള്ളവർക്ക് നേരെ ബോംബെറിയാൻ UDF-കാരും BJP-കാരും തീരുമാനിച്ചാൽ ഒരു ബോംബ് നിർമ്മാണ ഫാക്ടറി തന്നെ അവർ തുടങ്ങേണ്ടി വരുമെന്നത് തനിക്കറിയാത്തതാണോ അതോ അറിയാത്തതായി അഭിനയിക്കുകയാണോ? പിന്നെ സ്ത്രീ ലംബടനെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കേണ്ട തന്റെ പാർട്ടിക്കാർ ആരാണെന്നറിയാൻ സ്വപ്ന സുരേഷിന്റെ പഴയൊരു അഭിമുഖം കണ്ടാൽ മതിയെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.